ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സേനനാണെങ്കിൽ രൂപയുടെ പേരിൽ വഴിപാട് ചെയ്യുന്നു. അതാണെങ്കിൽ രൂപ കാണുകയാണ്. രൂപയ്ക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഒരുപാട് സങ്കടമാകുന്നു. രൂപയാണെങ്കിൽ ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റൊക്കെ ക്ഷമിക്കണേ എന്ന്. ഞാൻ അദ്ദേഹത്തെ പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ കരയുന്നു. പിന്നീട് ഓഫീസിൽ കല്യാണിയാണെങ്കിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ ചിത്രം വരയ്ക്കാനെന്നൊക്കെ. ആ സമയത്താണെങ്കിൽ സേനൻ അവിടേക്ക് വരുന്നു. സേനനാണെങ്കിൽ കല്യാണിയുടെ പ്രസാദം കൊടുത്തിട്ട് പറയാണ്, ഇത് തൊട്ടോളാൻ അമ്പലത്തിൽ പോയിരുന്നുവെന്ന്. സേനൻ പറയാണ്, ഇപ്പം ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത് രൂപയെല്ലാം മനസ്സിലാക്കി ഒന്നിച്ചു പോകണമെന്നാണെന്ന്. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അച്ഛന് വാക്ക് തന്നതല്ലേ, അത് ഉറപ്പായിട്ടും നടക്കുമെന്ന് പറയാണ്. കിരൺ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ മക്കൾ ശ്രമിച്ചിട്ട് നടന്നില്ല, പക്ഷേ മരുമകൾ ശ്രമിച്ചാൽ ചിലപ്പം നടക്കുമെന്ന്. സേനൻ അപ്പോൾ പറയാണ്, മോള് പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന്. കിരണും കല്യാണിയുമാണെങ്കിൽ സോണിയെ വെളിയിൽ വെച്ച് കാണുന്നു. ആദ്യം രണ്ടുപേരും സത്യം പറയുന്നില്ല. സോണി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും വിശ്വസിക്കത്തില്ല, എൻ്റെ അച്ഛനെ എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്നു. സോണിയോടും പിന്നെ സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. സോണിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. കല്യാണി പറയുന്നുണ്ട്, അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ആരോടും ഇത് പറയണ്ടെന്നാണ് ആഗ്രഹം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ രാഹുലും കുടുംബവും പ്രശ്നമുണ്ടാക്കും. നമ്മളെല്ലാവരും ഒന്നിച്ചെന്നറിഞ്ഞാൽ അവർക്ക് സഹിക്കില്ല. അതുകൊണ്ട് ആരും അറിയണ്ടെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. സോണിയോടും അറിഞ്ഞ ഭാവമൊന്നും കാണിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം കിരണും കല്യാണിയും വീട്ടിലേക്ക് വരുന്നു. പാറുവും കല്യാണിയുടെ അമ്മയും അവർക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. കിരണിൻ്റെയും കല്യാണിയുടെയും സന്തോഷം കണ്ടിട്ട് അമ്മയും പാറുവും ചോദിക്കുകയാണ്, റിസൾട്ട് പോസിറ്റീവ് ആണോ എന്ന്. കിരണും കല്യാണിയും പറയാണ്, രാഹുലിൻ്റെയും താരയുടെയും മകൾ തന്നെയാണ് സരയു, നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങളെന്ന്. ആ വാർത്ത കേട്ട് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകുന്നു. കല്യാണി പക്ഷേ പറയുന്നുണ്ട്, അമ്മയാണെങ്കിൽ ഈ കാര്യം ആരോടും തൽക്കാലം പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്തെ വീട്ടുകാരെ ഭയന്നിട്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം നിങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട എന്നൊക്കെ പറയുന്നു. കിരൺ പറയണ, അമ്മയും അച്ഛനുമാണെങ്കിൽ 5-6 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. 10-25 വർഷം അവർ പിരിഞ്ഞാണ് ജീവിച്ചത്. അതുകൊണ്ട് ഇനി അവർ ഒന്നിക്കുമ്പോൾ അവരുടെ പ്രണയമൊക്കെ കാണാമെന്ന് പറയുന്നു. പാറു അപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വയസ്സിൽ ഇനിയും പ്രണയമൊക്കെ ഉണ്ടാകുമോ എന്ന്. കിരൺ അപ്പോൾ പറയാണ്, പ്രണയത്തിന് പ്രായമൊന്നുമില്ല എന്ന്. പിന്നീട് രാത്രിയിൽ രൂപ കല്യാണിയെ വിളിക്കുന്നു. കല്യാണിയാണെങ്കിൽ ഫോൺ എടുത്ത് കഴിയുമ്പോൾ രൂപ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണ്. കിരൺ ചോദിക്കുന്നു, എന്തു പറ്റിയെന്ന്. അപ്പോൾ കല്യാണി പറയാണ്, അമ്മയാണ് വിളിച്ചത്, ഫോൺ വെച്ചിട്ട് കട്ട് ചെയ്തു, ഞാൻ തിരിച്ചു വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കുന്നു. കല്യാണി ഫോൺ വിളിച്ചതിന് ശേഷം രൂപയോട് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന്. രൂപ അപ്പോൾ പറയാണ്, എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്, കിരൺ അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നു. കല്യാണി കിരൺ അടുത്തില്ല എന്ന് പറയുന്നു. ആ സമയത്ത് രൂപ ചോദിക്കുകയാണ്, മോളുടെ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ തരാമോ എന്ന്. കല്യാണി അപ്പോൾ ചോദിക്കുകയാണ്, കിരണേട്ടൻ്റെ നമ്പറാണോ എന്ന്. രൂപ അപ്പോൾ പറയാണ്, കിരണിൻ്റെ നമ്പർ എനിക്കറിയാമെന്ന്. രൂപ പറയാണ്, കിരണിൻ്റെ അച്ഛൻ്റെ നമ്പർ വേണമായിരുന്നുവെന്ന്. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, എന്തിനാണ്, വിളിക്കാനാണോ എന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്